രാവിലെ തന്നെ അമ്പിളിയമ്മയുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ്. നോർമലി സൺഡേസിലൊക്കെ ഞങ്ങൾ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അമ്പലത്തിലെ ചുറ്റുപാടുകൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും അമ്മയുടെ കൂടെ കേട്ടോ അമ്പലത്തിൽ പോവാറ്. അമ്പിളിയമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് വീടിന്റെ ഒരു സ്ട്രോങ് പില്ലറാണ്. നമ്മൾ ഈ വീടിന്റെ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് അമ്പിളി. സാധാരണ ആൺകുട്ടികൾക്ക് അവരുടെ അച്ഛനല്ലേ ഹീറോ, പക്ഷെ എനിക്ക് നേരെ തിരിച്ച, എനിക്ക് അമ്പിളിയാണ് എന്റെ ഹീറോ. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. ഞാൻ ലൈഫിലെ പല കാര്യങ്ങളും എന്റെ അമ്മയെ കണ്ടാണ് പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടായിരിക്കണം നമ്മുടെ ആദ്യത്തെ വിദ്യാലയം, നമ്മുടെ അച്ഛനും അമ്മയും ആയിരിക്കണം നമ്മുടെ ടീച്ചേഴ്സ്. ബിക്കോസ് നമ്മൾ വീട്ടിൽ നിന്ന് എന്താണോ പഠിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിപ്പോ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും. അതിൽ അമ്മ എന്നെ പഠിപ്പിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നല്ല ശീലങ്ങളുണ്ട്. അമ്മയ്ക്ക് ബേസിക്കലി ഒന്നിനോടും പരാതികളില്ല. അതാണ് ഞാൻ അമ്മയെ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. അതൊരു നല്ല ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്പിളി ഒരു നല്ല പേരന്റ് ആണെന്ന്. കാര്യം അമ്മ ഇതുവരെ ഞങ്ങളെ രണ്ടുപേരെയും പ്രഷറൈസ് ചെയ്തിട്ടില്ല. പഠിക്കുന്ന സമയത്തായാലും എന്ത് കാര്യത്തിനായാലും. കുഞ്ഞിലെ മുതലേ അമ്മ അങ്ങനെ ഞങ്ങളുടെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് പഠിക്കരുത്, ഇത് പഠിക്കരുത്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഓപ്ഷൻസ് അമ്മ തന്നിട്ടുണ്ട്. അത് മാത്രമോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം അമ്മ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക്. ഞാൻ സ്പോർട്സ് ചെയ്യുന്ന സമയത്തായാലും സിനിമ ചെയ്യുന്ന ടൈമിലൊക്കെ ആയാലും ഇപ്പൊ ഫിറ്റ്നസ് കോച്ചായി, ഇതിനെല്ലാം അമ്മയുടെ സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അമ്പിളി ഒരു നല്ല പേരന്റ് ആണ്. ഇതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും വരുന്ന പോലെ അല്ലായിരുന്നു ഇന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട്. ശിവനും പാർവതിയുമാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം, കുറച്ചധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ അത്രയും ഭംഗിയുള്ള ക്ഷേത്രമാണിത്. അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റാ.